ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻറ്റേഡാം. ഇന്നത്തെ നിഫ്റ്റിയുടെ ലൈവ് മാർക്കറ്റാണ്. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 2 ജൂണിലെ പെർഫോമൻസ് ആണ്. മോർണിംഗിൽ വളരെയധികം വോളറ്റൈലായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസം മാർക്കറ്റ് ഡൗൺ ട്രെൻഡിന് ശേഷം ഇന്ന് മോർണിംഗിൽ അപ് ട്രെൻഡ് മാർക്കറ്റ് ബൈ സിഗ്നൽ സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ കൺഫർമേഷൻ കിട്ടിയിരുന്നില്ല. സോഫ്റ്റ് അപ് ട്രെൻഡ് മാർക്കറ്റ് മോർണിംഗിൽ ചെറുതായിട്ടൊന്ന് കയറിയെങ്കിലും തിരിച്ച് അവിടെ ഡൗൺ സൈഡിലേക്ക് തന്നെ പോകുന്നുള്ള ഇൻഡിക്കേഷൻ, അതായത് അവിടെ സിഗ്നൽ തന്നപ്പോൾ കൺഫർമേഷൻ കിട്ടാതെ മാർക്കറ്റ് തിരിച്ച് ഇറങ്ങിയിട്ടാണ് തിരിച്ച് പ്രോപ്പർ ഒരു 12:30 ശേഷമാണ് പ്രോപ്പർ അപ്റ്റൻഡ്, അതും സ്ട്രോങ് ബ്രേക്ക് ആയിട്ട് മാർക്കറ്റ് കയറിപ്പോയത്. അവിടെ നല്ലൊരു ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സോഫ്റ്റ് അവിടെ കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് നമുക്ക് ക്ലോസിംഗ് സെക്ഷനിൽ നമുക്ക് 2:45 ശേഷം മാർക്കറ്റ് ഡൗൺ ഇറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ ഡൗൺ കൺഫേം തിരിച്ചു പോവുകയാണ്. നമ്മുടെ സോഫ്റ്റ് അവിടെ കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെയും അതേപോലെ നിഫ്റ്റിയുടെ മെയിൻ ഇൻഡെക്സിൻ്റെ ചാർട്ട് രണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ രണ്ടിലെ സിഗ്നൽസ് വന്നത് കമ്പയർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ അതായത് ട്രേഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രേഡ് എങ്ങനെ എടുക്കാം, നമ്മുടെ സോഫ്റ്റ് ആ കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ തരുന്നത് ഞാൻ കറക്റ്റായിട്ട് നമ്മുടെ അവിടെ അതായത് സൈഡ് വൈസ് വ്യക്തമായിട്ട് മനസ്സിലാക്കാമെന്ന് അർത്ഥം. അപ്പം നമുക്ക് ഫേക്ക് ട്രേഡ് അവോയ്ഡ് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ട്രേഡ് എടുക്കാം. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മുടെ സോഫ്റ്റ്വെയറിന്. അതിൽ പ്രത്യേകിച്ചും ബാർ ചാർട്ട് സെറ്റ് ചെയ്യുമ്പോൾ സൈഡ് വേസ് ഒക്കെ വ്യത്യസ്ത കളറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് 2 സിഗ്നലാണ് നിഫ്റ്റിയിൽ കിട്ടിയത്. ഒന്ന് നമുക്ക് മോർണിംഗിലൊരു ബൈ ട്രേഡ്, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആക്ച്വലി സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് 2:45 കിട്ടിയിട്ടുണ്ട്. അപ്പം മോർണിംഗിൽ വന്ന സിഗ്നൽ ആക്ച്വലി കൺഫേം ആയിരുന്നില്ല. താഴത്തെ ബാർക്കളർ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ റെഡ് ആയിരുന്നു. സിഗ്നൽസ് വന്ന സമയത്ത് നമുക്ക് ആക്ച്വലി അവിടെ കൺഫർമേഷൻ കിട്ടിയിരുന്നില്ല. നമുക്കൊരു 10:40 10:15 ശേഷം വന്ന ട്രേഡാണ്. അവിടെ സിഗ്നൽ ചെറുതായിട്ട് അപ്റ്റൻഡ് കയറിയെങ്കിൽ സ്കാൽപ്പിംഗിൽ ഒരു ബൈ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് 5 മിനിറ്റ്സിൽ പ്രകാരം അവിടെ കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ അവിടെ ബൈ സിഗ്നൽ തന്നെങ്കിൽ കൺഫേം തന്നിട്ടില്ല. താഴത്തെ ബാർക്കളർ വെച്ച് നോക്കുമ്പോൾ അവിടെ റെഡ് തന്നെയാണ് കാണിച്ചത്. അപ്പോൾ ആ ബൈക്ക് സിഗ്നൽ വന്നത് നമുക്ക് കൺഫേം ആയത് നമുക്ക് ആക്ച്വലി 12:30 ശേഷമാണ്. അവിടുന്ന് ഗ്രീൻ വന്നു, താഴെ ഗ്രീൻ വന്നു, റെസിസ്റ്റൻസ് മൂന്നാമത്തെ ക്യാനിൽ അവിടെ ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അവിടുന്ന് മാർക്കറ്റ് നേരെ കയറി പോയിട്ടുണ്ട്. നല്ലൊരു ഇൻഡിക്കേഷൻ ആയിരുന്നു, നല്ലൊരു അപ് ട്രെൻഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമുക്കിപ്പം കുറച്ച് മുമ്പ് നോക്കുകയാണെങ്കിൽ 2:45 ശേഷം വന്ന സെൽ ട്രേഡ് നോക്കുകയാണെങ്കിൽ അവിടെ കൺഫേം അല്ല. താഴത്തെ ബാർക്കളർ നോക്കുകയാണെങ്കിൽ അവിടെ റെഡ് അല്ല, ക്യാൻഡിൽ ഓറഞ്ച് ആണ്, അവിടെ സെല്ലില്ല. തിരിച്ച് അതേപോലെ തന്നെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് നിഫ്റ്റിയുടെ വിഷയം നോക്കുകയാണെങ്കിൽ മെയിൻ ചാർട്ട് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് സിഗ്നൽ മോർണിംഗിൽ വന്ന ബൈ കൺഫേം തിരിച്ച് നമുക്ക് അവിടെ സെല്ല് തന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മാർക്കറ്റ് റിവേഴ്സ്. അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷനിൽ നമുക്ക് അവിടെ ഒരു സെല്ല് തരുമ്പോൾ അത് എക്സിറ്റ് ലെവൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അവിടെ കളർ ചേഞ്ച് കാണിച്ചിട്ട്, അതായത് ഒരു ട്രേഡ് എടുത്തു മാർക്കറ്റ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ അതേ സിറ്റുവേഷനിൽ തന്നെ ഒരു ബൈ വന്ന് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇന്നത്തെ സിറ്റുവേഷൻ അത് കൺഫേം ആയി. പക്ഷെ അവിടുന്ന് നമുക്ക് ആ ട്രേഡ് എടുത്തവർക്ക് നമുക്ക് അവിടെ റിവേഴ്സ്, അതായത് തിരിച്ച് മാർക്കറ്റ് ഡൗൺ ഇറങ്ങിയപ്പോൾ അവിടെ ഇൻഡിക്കേഷൻ മെയിൻ നിഫ്റ്റിയുടെ ഇൻഡെക്സിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ കൺഫർമേഷൻ വന്ന സമയത്ത് നമുക്ക് അവിടെ റിവേഴ്സ് പോയിട്ടുണ്ട്. ആ ട്രേഡ് എടുത്തവർക്ക് ഒബ്വിയസ്ലി അത് റിവേഴ്സ് പോയി മാർക്കറ്റ്. പക്ഷെ അവിടെ എക്സിറ്റ് ലെവലായിട്ട് കളർ ചേഞ്ച് സൈഡ് വേസ് തന്നു. അവിടെ നമുക്ക് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റി. അത് കഴിഞ്ഞ് വന്ന ബൈ സ്ട്രോങ് റെസിസ്റ്റൻസ് കട്ട് ചെയ്തിട്ടാണ് കയറിയിരിക്കുന്നത്. നല്ല ട്രേഡായിരുന്നു. അവിടെ നല്ലൊരു ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സെല്ല് കൺഫേംഡ് അല്ല, തിരിച്ച് മാർക്കറ്റ് കയറുന്നു. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ നമുക്ക് കറക്റ്റായിട്ടുള്ള ആക്യുറേറ്റ് ട്രേഡ് ഫേക്ക് ട്രേഡുകൾ അവോയ്ഡ് ചെയ്യാം. കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ള ഫുൾ ലൈവ് സെഷൻ ആയിട്ട് അറ്റൻഡ് ചെയ്യണോ കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.